രാജ്യത്ത് ജനാധിപത്യത്തിന്റെ സെൻട്രൽ സ്റ്റേജിലേക്ക് ഭരണഘടന വീണ്ടും വന്ന് നിൽക്കുകയാണോ, അതിന്റെ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണോ? ഇന്നിപ്പോൾ നരേന്ദ്രമോദി എഴുതി തയ്യാറാക്കിക്കൊണ്ടുവന്ന പ്രസംഗത്തിൽ അതിന്റെ ഒരു അങ്കലാപ്പ് കാണാനുണ്ടായിരുന്നു ശ്രീ ആനന്ദ് യെച്ചൂരി? ഇന്ന് ശരിക്കും ലോക്സഭയിൽ BJP ശ്രമിച്ചത് എന്ന് എനിക്ക് തോന്നുന്നത് ബിസിനസ് ആസ് യൂഷ്വൽ എന്ന രീതിയിൽ മുമ്പത്തേതുപോലെ തന്നെ തുടരുന്നു എന്ന രീതിയിലുള്ള ഒരു കാര്യം മുന്നോട്ട് വയ്ക്കാനാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ആദ്യ ദിവസം തന്നെ പാളിപ്പോയി. കാരണം കഴിഞ്ഞ 2 ടൈമിലെ പോലെയല്ല, ആ മൃഗീയ ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് പ്രധാന വസ്തുത. അപ്പോൾ ഇനിയിപ്പോൾ എത്രയൊക്കെ BJP ശ്രമിച്ചാലും പുതിയ സ്പീക്കർ ഇനി വരാനിരിക്കുന്നു, ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകാൻ പോകുന്നു, ഡെപ്യൂട്ടി സ്പീക്കർ ഇനിയിപ്പോൾ അത് തടയാനുള്ള നിർവാഹം ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെ വലിയ മാറ്റങ്ങൾക്കാണ് ലോക്സഭ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്തായാലും ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ഒരു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെയും ഇന്നത്തെ ഒരു ആദ്യ ദിവസമാണല്ലോ, ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞകളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ ദർശിക്കാൻ പറ്റും. പ്രത്യേകിച്ച് 2019 ഒരു സാഹചര്യമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തിയാൽ ഇന്ന് തന്നെ നമുക്കതിനുള്ള മാറ്റങ്ങൾ കാണാൻ കഴിയും.